வயநாடு சூரன்மலை பகுதியில் மீட்பு பணிகள் மூன்றாவது நாளாக நடைபெற்று வருகின்றன. அங்கு மீட்பு பணியில் ஈடுபட்டுள்ளவர்கள் அளித்த பேட்டியை தற்போது காணலாம். ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു വർക്ക് ഹിയർ ബിക്കോസ് യു ക്യാൻ സീ എ ലോട്ട് ഓഫ് റോക്സ് ഹിയർ. ഈ ചൂരൽമലയിൽ നിന്ന് ഉരുൾപൊട്ടിയത് ഇങ്ങോട്ട് ഒഴുകി രണ്ടായിട്ട് തിരിഞ്ഞ് കുറച്ച് പേര് മുന്നറിയിപ്പ് കൊടുത്ത് ഈ പുഴക്കരയിലുള്ളവരൊക്കെ മാറിയായിരുന്നു. പക്ഷേ ഈ ഏരിയയിലുള്ളവർക്ക് മാറാൻ പറ്റിയില്ല. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഈ ഏരിയയിലേക്ക് ഒരു 40ഓളം വീടുകൾ ഈ ഏരിയയിലുണ്ടായിരുന്നു. ഇതെല്ലാം തകർന്നു പോയി. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന സ്കൂളുകൾ മൊത്തം തകർന്നു. പക്ഷേ രാത്രിയാണ് സംഭവം ഉണ്ടായത്. 1 മണിക്കും പിന്നെ ഒന്നാമത്തെ ഉരുൾപൊട്ടൽ, രണ്ടാമത്തത് 4 മണിക്ക്. അപ്പോൾ 1 മണിക്ക് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് കുറേ ആൾക്കാർ പുഴക്കരയിലുള്ളവർ മാറിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷേ അന്ന് ഒച്ച കേട്ട് ശബ്ദം കേട്ട് എല്ലാവരും വന്നു. അപ്പോൾ 4 മണിക്ക് ഒരു ഉരുൾപൊട്ടലുണ്ടായി. അത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അവിടെ നിന്ന് വന്ന ശക്തമായ ഉരുൾപൊട്ടലിലാണ് ഈ ഏരിയ മുഴുവൻ തകർന്നത്. അത് രണ്ടായിട്ട് പിരിഞ്ഞ് ഒരു ഏരിയ അങ്ങോട്ട് പോയി, ഒരു ഏരിയ നേരെ പോയി. രണ്ടും ചാലിയാർ പുഴ എന്ന് പറയുന്ന പുഴയിലേക്ക് പോയി. ഒത്തിരി ബോഡികൾ, 98ഓളം ബോഡികൾ, ഡെഡ് ബോഡീസ് ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തേണ്ട അവസ്ഥ വന്നു. ഇപ്പോഴും ഈ ബിൽഡിങ്ങിനടിയിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം 200ഓളം പേരെ കാണാനുണ്ട്. ഏകദേശം 200-300ഓളം ആൾക്കാർ ഇപ്പോൾ മരിച്ചു, ഡെഡ് ബോഡീസ് കിട്ടി. ആശുപത്രിയിൽ തന്നെ ഏകദേശം 650ഓളം ആൾക്കാർ ആശുപത്രിയിലുണ്ട്. അപ്പോൾ ഇത് വളരെ റിസ്ക്കിയാണ്. ഈ ചലഞ്ചസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോൾ ഇന്നലെയാണ് ഹിറ്റാച്ചിയൊക്കെ വന്ന് ഈ റോക്സ് എല്ലാം മാറ്റി ബിൽഡിങ്സൊക്കെ ഇളക്കി നോക്കിയപ്പോൾ 5ഓളം ബോഡികൾ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വളരെ ദുഷ്കരമാണ്. കാരണം ഈ ഏരിയയിലേക്കൊന്നും JCB ഒന്നും കയറി വരാൻ പറ്റില്ല. കാരണം ഇത്രയും ഏരിയയാണ്. അതുകൊണ്ട് എന്നാലും നമ്മൾ മാക്സിമം ഫോഴ്സിനെ വെച്ചിട്ട്, ഫയർഫോഴ്സാണ് ഞങ്ങൾ, അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് 3-ാം ദിവസമാണ്. നല്ല രീതിയിൽ വൈഡ് ഏരിയയിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇതൊക്കെ JCB കൊണ്ട് ഈ കല്ലും റോക്സും എല്ലാം മാറ്റിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് അത് മാക്സിമം ആൾക്കാരെ കണ്ടെത്താനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ശക്തമായ മഴ നമുക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. കാരണം ഇന്നലെ തന്നെ ഒരു വൈകുന്നേരത്തോടെ നല്ല മഴ വന്നു. അപ്പോൾ ആൾക്കാർ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് നേരം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇടവിട്ട് പെയ്യുന്ന മഴ, എനിക്ക് തോന്നുന്നു ഇന്നലെ ഉച്ചയോടെ ആയിരുന്നു മഴ വന്നത്. പക്ഷേ ഇന്ന് രാവിലെ നല്ല മഴയുണ്ട്. അപ്പോൾ ഈ മഴ ഒരു തടസ്സമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഏകദേശം 3 കിലോമീറ്റർ മുകളിൽ നിന്നാണ് ഇത് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല കൺട്രോൾ റൂമുണ്ട്. അവിടെ നിന്നുള്ള അറിയിപ്പ് പ്രകാരം ഇവിടെ നമുക്ക് പലപ്പോഴും മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ശക്തമായ മഴ ഒരു ചലഞ്ചസാണ്. இந்த இடம் இங்கே திருப்பி வர்றதுக்கு வாய்ப்பு கம்மி. முன்னாடி வந்து ஒரு 4 இயர்ஸ் பேக் வந்து நம்ம புத்துமலை சொல்லிட்டு ஒரு பிரளயம் வந்தாச்சு. அந்த ஏரியா கம்ப்ளீட்டாக டிஸ்ட்ராய் ஆயிடுச்சு. அப்போ அந்த இடத்துல வந்து அவர் எல்லாமே வெளியே போயாச்சு. அப்போ அவருக்கு வந்து மேப்பாடி கல்பட்டா சொல்லி கொஞ்சம் இடத்துல செப்பரேட் கவர்மெண்ட்டு அது மாதிரி പിന്നെ ஃபேமஸ் ஆகிட்டுள்ள വലിய குரூப்புகளெல்லாம் வந்து சேர்ந்து அவருக்கு வந்து செப்பரேட்டு இடம் பார்த்து குரூப்பாகிட்டு அங்கே தாமசம் மாற்றியிருக்கு. அந்த மாதிரி ஏதாவது இங்கே வந்து அந்த மாதிரி சிம்பிள் எல்லாம் அரௌண்டு 500 ஃபேமிலிஸ் வந்து இந்த இடத்துல டோட்டலாக போய மாதிரி தான் இருக்குது. அது மாதிரி அவுட் ஆகாத ஒரே ஹவுஸ் வேறு இருக்குது. அந்த வீடு எல்லாமே வந்து நமக்கு ஷிஃப்ட் பண்ணுறதுக்கு ரொம்ப கஷ்டம். காரணம் அவ்வளோ ஃபெசிலிட்டி கொடுக்கறதுக்கு நம்ம கவர்மெண்ட்டுக்கு முடியுமோ அது பார்த்துடுறோம். இப்போ வந்து எந்த வீடு வந்து இதுக்கு பேக் சைடில் தான். இப்போ ஃபஸ்ட்டு போயதில் அந்த இடம் தான் கம்ப்ளீட்டாக போயிருக்கு. இந்த சர்க்கிள் வந்து ஒரு 1/2 கிலோமீட்டரில் மட்டும் ஒரு 46 பேர் போயாச்சு. அதில் போடி வந்து 4-5 பேர் போடி மட்டும்தான் இது வரைக்கும் கிடச்சிருக்கு. அப்போ அந்த மாதிரி டோட்டல் கேல்குலேஷன் வந்து கண்டிப்பாக 500 எபோ டெத்து கண்டிப்பாக வந்துடும். அது அவுட் சைடு பார்ட்டிஸ் நிறைய இருக்குது. இது இந்த வேலை பண்ணுறதுக்கு வந்து തമിഴ്നാട്, കർണാടക அந்த மாதிரியெல்லாம். ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് 2 ദിവസമായി. അപ്പോൾ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞങ്ങൾ രേഖകളെല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ ചെറുതായി പിന്നെ ബർത്തിന് മുകളിൽ വെച്ച, പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ബർത്തിന് മുകളിൽ വെച്ച കുറച്ച് രേഖകളൊക്കെ ഉണ്ട്. അത് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ അവസ്ഥ മനസ്സിലാവുന്നത്. ഇത് താങ്ങാൻ പറ്റില്ല, ഒരു മനുഷ്യന് താങ്ങാൻ പറ്റില്ല. എല്ലാ സമ്പാദ്യവും ഉപയോഗിച്ചിട്ട് നമ്മളൊരു വീടുണ്ടാക്കുന്നത്, അതെല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ തകർന്നു പോയി. ഇനിയിപ്പോൾ ഞങ്ങളിത് ക്യാമ്പിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എവിടെ പോയി താമസിക്കാൻ പറ്റും? താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ എല്ലാം ഞങ്ങൾ കുടുംബക്കാരുടെ വീട്ടിലും ക്യാമ്പിലൊക്കെയാണ് ഉള്ളത്. ക്യാമ്പ് ഒരു പരിധി കഴിഞ്ഞാൽ ക്യാമ്പിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കും. പിന്നെ ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നുള്ളൊരു പ്രയാസം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾക്ക് വലിയൊരു പ്രയാസം. சன் நியூஸ் வாட்ஸ்அப் சேனலை ஃபாலோ செய்யுங்கள். QR கோடை ஸ்கேன் செய்து சன் நியூஸோடு இணைந்திருங்கள்.